മൈക്ക് ഓൺ ചെയ്ത് വെക്കട്ടാ. അസ്ല, സന, ഇത് എഴുതിയെടുത്തിട്ടില്ലേ ക്വസ്റ്റ്യന്? ആമ അതിൽ ട്രേഡിങ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് വരച്ചില്ലേ? ആ ഓക്കെ. ഇനി നമുക്ക് ഇതില് ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതായത് ഈ ട്രയൽ ബാലൻസ് എങ്ങനെ വരാം? നമ്മളെ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ജേണലായിട്ട് റെക്കോർഡ് ചെയ്ത് പിന്നെ ലെഡ്ജർ പോസ്റ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ലെഡ്ജർ ബാലൻസും നമ്മൾ ട്രയൽ ബാലൻസ് അക്കൗണ്ടിൽ എടുത്ത് എഴുതിയിട്ട് ടാലി ആക്കും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു ട്രയൽ ബാലൻസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ്. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കമ്പനിയിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഈ കാണിക്കുന്നത്. അതായത് ഇതിന് ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് 18,000 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് കൊടുക്കാൻ ഒരു 500 ഉണ്ട്. പ്രീപെയ്ഡ് സാലറി, മുൻകൂട്ടി സാലറി കൊടുത്തത് ഒരു 300 ഉണ്ട്. അതുപോലെ തന്നെ ബാഡ് ഡെബ്റ്റ്സ് 5% ഡെപ്റ്ററിൽ നിന്ന് നമുക്ക് കുറക്കണം. അതുപോലെ തന്നെ ഫർണിച്ചറിന് 10% ഡിപ്രിസിയേഷനും കൂടെ ചാർജ് ചെയ്യണം. ഇത്ര അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇനി ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചില്ലേ? ആ അതില് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എഴുതിയിട്ടുണ്ട് അല്ലെ? വരച്ച് എഴുതിയിട്ടില്ലേ? ആ ഡെബിറ്റ് സൈഡ് ഏതൊക്കെയാണ്, ക്രെഡിറ്റ് സൈഡ് ഏതൊക്കെയാണ് എന്നുള്ളത് വരച്ച് എഴുതിയിട്ടുണ്ട്. അതില് ഡെബിറ്റ് സൈഡിൽ വരാം ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വരും, പിന്നെ പർച്ചേസ് അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അതർ ഡയറക്റ്റ് ഇൻകംസ്, ഇത്രയൊക്കെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 6,000 കാണിക്കും. അപ്പൊ നിങ്ങൾ എഴുതാ ഡെബിറ്റ് സൈഡിൽ, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതാ ഫസ്റ്റ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 6,000. പിന്നെ വരാം ഡെബിറ്റ് സൈഡിൽ പിന്നെ വരുന്നത് പർച്ചേസ് ആണ്. ഇവിടെ പർച്ചേസിന്റെ ബാലൻസ് കൊടുത്തിട്ടുണ്ട് 26,000. ടു പർച്ചേസ് 26,000 എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കൊടുക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തു, പർച്ചേസ് കൊടുത്തു. ഇനി നോക്കേണ്ടത് ഏതെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പർച്ചേസ്, വേജസ്, സാലറീസ്. വേജസ് നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൊഡക്ഷനെയോ പർച്ചേസിനെയോ ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്ന എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇപ്പൊ വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറി എന്ന് പറയുന്നത് സ്റ്റാഫിന് കൊടുക്കുന്നതാണ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഉണ്ട്. പിന്നെ ഏതാണ്? പിന്നെ ഇതിലൊന്നും വരുന്നില്ല. ഇതൊക്കെ ഫിക്സഡ് അസറ്റ് ആണ്. ഇത്
റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ ഏതാണ്? ക്യാഷ് അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ്, ഫർണിച്ചർ. പിന്നെ സെയിൽസ് ഇപ്പുറത്തെ സൈഡാണ് വരാം. ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സും ഇതിൽ വരണം, ബാലൻസ് ഷീറ്റിൽ വരും. പിന്നെ കമ്മീഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ റിസീവ്ഡ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അസറ്റ് ഇൻകം നമ്മൾ ഏത് സൈഡിൽ എഴുതും? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. പിന്നെ ക്യാപിറ്റൽ ഇവിടെ അല്ല, ബാലൻസ് ഷീറ്റിൽ. ഇപ്പൊ നമ്മൾ വേജസ് എഴുതാം. 2 വേജസ് 3000 എഴുതാം. വേജസ് എന്ന് പറഞ്ഞിട്ട് 3000 ഇന്നർ കോളത്തിൽ എഴുതാം. ഇന്നർ കോളത്തിൽ ഇവിടെ എഴുതാം. വേജസ് എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ ഇന്നർ കോളത്തിൽ 3000 എഴുതാം. കാരണം നമുക്ക് അതിന് എന്ത് ആഡ് ചെയ്യാനുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. നമ്മള് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഉണ്ട്. കണ്ടോ? വേജസ് കൊടുക്കാനുള്ളത് ഒരു 500 ഉണ്ട്. ഇത് നമ്മൾ ഈ വേജസിന്റെ കൂടെ ആഡ് ചെയ്യണം. അതുകൊണ്ട് 2 വേജസ് എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിൽ, ഉള്ളിലുള്ള കോളത്തിൽ എന്ത് ചെയ്യാ? 3000 എന്ന് എഴുതാ. എന്നിട്ട് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് 500 അതിന് താഴെ ഇന്നർ കോളത്തിൽ എഴുതാം. എന്നിട്ട് ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡ് ഔട്ടർ കോളം ആണ് എന്ത് ചെയ്യാൻ? ടോട്ടൽ ബാലൻസ് എത്രയാണ് വരാ? 3500. ഇന്നർ കോളത്തിൽ വേജസ് 3000 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 500 എന്ന് എഴുതാം. എന്നിട്ട് ഒരു അണ്ടർലൈൻ കൊടുത്തിട്ട് ഔട്ടർ കോളത്തിൽ 3500 എഴുതിയില്ലേ? ഇനി നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതാനുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പർച്ചേസ് എഴുതി, ഡയറക്റ്റ് എക്സ്പെൻസ് വേജസ് നമ്മൾ എഴുതി. അതിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഒന്നുണ്ട്, അത് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ എഴുതി. പിന്നെ ഡെബിറ്റ് സൈഡിൽ നമുക്കൊന്നും എഴുതാനില്ല ട്രേഡിംഗ് അക്കൗണ്ടിന്റെ. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് വരാ? ഞാൻ പറഞ്ഞു, ഒന്ന് സെയിൽസും വരും, ക്ലോസിംഗ് സ്റ്റോക്കും വരും. ഇവിടെ സെയിൽസ് നോക്കാം. സെയിൽസ് 42,000 വന്നിട്ടുണ്ട്. അപ്പൊ ബൈ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 42,000 ക്രെഡിറ്റ് സൈഡിൽ ബൈ സെയിൽസ് 42,000. പിന്നെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക്. യെസ്, ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സിൽ തന്നിട്ടുണ്ട് 18,000. അതും എഴുതാം. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ സെയിൽസ്, ബൈ ഓപ്പണിംഗ് സ്റ്റോക്ക്, സോറി ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. എന്നിട്ട് ഏത് സൈഡാണോ കൂടുതലുള്ളത് അത് രണ്ട് സൈഡ് ടോട്ടൽ കോളത്തിൽ എഴുതാം. ടോട്ടൽ ചെയ്ത് നോക്ക്. ഡെബിറ്റ് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ 6,000 പ്ലസ് 26,000 പ്ലസ് 3,500 എത്ര കിട്ടുന്നെന്നുള്ളത് അവിടെ ജസ്റ്റ് എഴുതി വെക്കാം. എന്നിട്ട് ഇപ്പുറത്തെ കോളം നോക്കുക. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് 42,000 പ്ലസ് 18,000 എത്ര കിട്ടിയ? ഡെബിറ്റ് സൈഡ് എത്ര? 35,500. എത്ര?
35,500. 100. ഓക്കെ. ക്രെഡിറ്റ് സൈഡ് 16,000. 60,000. ഇനി 60,000 35,500 ലെസ് ചെയ്. എത്രയാണ് കിട്ടിയ? 24,500. 24,500. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അതായത് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ അല്ലെ, ഇൻകം സൈഡ് ആണ് കൂടുതൽ, എക്സ്പെൻസ് സൈഡ് കുറവാണ്. അപ്പൊ എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിട്ട് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. ഓക്കെ. അപ്പൊ നമ്മള് കുറവില്ല സൈഡ്, എക്സ്പെൻസ് സൈഡ് ആണ് കുറവ്, അവിടെ ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 24,500 ഔട്ടർ കോളത്തിൽ എഴുതാം. ക്ലിയർ ആയില്ലേ? Yes. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് എഴുതി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്? Profit. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ട് എല്ലാവരും കംപ്ലീറ്റ് ആയില്ലേ? ഇതിൽ നിങ്ങൾ കുറേ പേര് മ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ആരൊക്കെ ചെയ്ത്, നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നില്ല. ഇതില് കുറേ പേര് മ്യൂട്ട് ചെയ്തിരിക്കാണ്. ഇവരോടൊക്കെ ഇപ്പൊ ചോദിച്ചാലും റിപ്ലൈ കിട്ടൂല. ദാ, ഇത്രയും പേര് മ്യൂട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ വരച്ചോ, ചെയ്തോ, ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയോ ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് ആയ എല്ലാരും? Yes. ഓക്കെ. അപ്പൊ നമുക്കിനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. വരച്ചു വെച്ചിട്ടില്ല എല്ലാരും? ഓക്കെ. അപ്പൊ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ വരച്ച് അതിൽ എന്തൊക്കെ വരാന്നുള്ളത് നമ്മൾ എഴുതി എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ വരാം. എന്തൊക്കെയാണ് വരാ? ഡെബിറ്റ് സൈഡിൽ Salaries. Right. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഡെബിറ്റ് സൈഡിൽ വരാം. ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകംസ് വരും. അതിൽ തന്നെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടിയ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യും ക്രെഡിറ്റ് സൈഡിൽ. ഇനി ലോസ് ആണ് കിട്ടിയതെങ്കിൽ എക്സ്പെൻസ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഡെബിറ്റ് സൈഡ് നോക്കാം. ഇതില് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് നമുക്കറിയാം പർച്ചേസ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഏതിൽ എഴുതി? ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതി, വേജസ് എഴുതി. സാലറീസ്, അപ്പൊ നമ്മള് ഡെബിറ്റ് സൈഡിൽ 2 സാലറീസ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതാ? 4,000 ഇന്നർ കോളത്തിൽ എഴുതണം കേട്ടോ. 4,000 ഇന്നർ കോളത്തിൽ എഴുതാ. കാരണം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സിൽ പ്രീപെയ്ഡ് സാലറി ലെസ് ചെയ്യാനുണ്ട്. ഓക്കെ. മുൻകൂട്ടി കൊടുത്ത ഒരു സാലറി ഉണ്ട് 3,300, അത് നമുക്ക് ലെസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇന്നർ കോളത്തിൽ 4,000 എന്ന് എഴുതാ സാലറി എന്ന് പറഞ്ഞിട്ട്, ലെസ് പ്രീപെയ്ഡ് സാലറി 300 ഇന്നർ കോളത്തിൽ എഴുതാ. അണ്ടർലൈൻ ചെയ്തിട്ട് ലെസ് ചെയ്ത എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതാം. ജസ്റ്റ് എ സെക്കൻഡ്. റോട്ട് കൂടെ പോകരുത് കേട്ടോ. ഡോർ ക്ലോസ് ചെയ്യേ. ഇപ്പൊ നമ്മള് ഔട്ടർ കോളത്തിൽ എത്ര എമൗണ്ട് എഴുതി? 3,700. യെസ്, 3,700. ഇനി ഇതിൽ എന്താ ഉള്ളത്? നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതാ നോക്കാം. ഡെപ്റ്റേഴ്സ് വരൂല, മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ് ഇതിൽ വരില്ല. റെന്റ് ഉണ്ട്. ഇത് റെന്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ മനസ്സിലാക്കുക ഡെബിറ്റ് സൈഡിലാണ് റെന്റ് എന്ന് കൊടുത്തിട്ടുള്ള എമൗണ്ട് കൊടുത്തിട്ടുള്ളതെങ്കിൽ എക്സ്പെൻസ് ആണ് കേട്ടാ. നമുക്കറിയാം ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് കൊടുക്കുന്നതൊക്കെ
ഏതാണ് എക്സ്പെൻസ്? പിന്നെ ഏതാണ് പറഞ്ഞത്? നമ്മൾ ട്രയൽ ബാലൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് കൊടുക്കുന്നതും ക്രെഡിറ്റ് ബാലൻസ് കൊടുക്കുന്നതും പറഞ്ഞിട്ടില്ലേ? ഏതൊക്കെയാണ് ഡെബിറ്റ് ബാലൻസ് വരാ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെ? അസറ്റ്, എക്സ്പെൻസ് ആരോ പറയുന്നുണ്ട് പക്ഷെ സൗണ്ട് വരുന്നില്ല. അസറ്റ്സ് എക്സ്പെൻസ്, ഡ്രോയിങ്സ്. യെസ്, അസറ്റ്സ് എക്സ്പെൻസ് ഡ്രോയിങ്സിനാണ് ഡെബിറ്റ് ബാലൻസ് വരാം. ക്രെഡിറ്റ് ബാലൻസസോ? ക്യാപിറ്റൽ ലയബിലിറ്റി ഇൻകം. യെസ്, ക്യാപിറ്റൽ ലാബിലിറ്റി ഇൻകം. അപ്പൊ നമ്മള് റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ് കേട്ടോ. ഇവിടെ റെന്റ് പെയ്ഡാന്ന് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഡെബിറ്റ് ബാലൻസ്. ഇവിടെ കമ്മീഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ മാത്രമേ തന്നിട്ടുള്ളൂ, അത് മനസ്സിലാക്കുക. കമ്മീഷൻ റിസീവ്ഡ് ആണ്. ഓക്കെ, ഇൻകം ആയതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. അപ്പോ എഴുതാ ടു റെന്റ് 3000. ഔട്ടർ കോളത്തിൽ തന്നെ എമൗണ്ട് എഴുതാ ടു റെന്റ് 3000. പിന്നെ ഇതില് ഫർണിച്ചർ വരില്ല, ക്യാഷ് വരില്ല, സെയിൽസ്, ക്രെഡിറ്റേഴ്സ്, കമ്മീഷൻ നമുക്ക് ഇപ്പറാണ് വരാം. ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ ഇവിടെ ഒന്നുമില്ല. ഇനി അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. അഡ്ജസ്റ്റ്മെന്റ്സിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഇതിലില്ല. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കാണിച്ചു. പ്രീപെയ്ഡ് സാലറി വരൂല. പിന്നെ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബാഡ് ഡെബ്റ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കിട്ടാൻ കടം, അതായത് നമുക്ക് ഡെപ്റ്റേഴ്സ് ടോട്ടല് എത്ര തരാനുണ്ട്? 12,000 തരാനുണ്ട്. 12,000 ഡെപ്റ്റേഴ്സ് ഉണ്ട് ഉണ്ടോ? അതിൽ നിന്ന് 5% നമുക്ക് ബാഡ് ഡെപ്റ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അതായത് 12,000ന്റെ 5% എന്ന് പറയുന്നത് 600 രൂപ നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് കാണിക്കണം. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പം ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതാം. എന്നിട്ട് എത്ര എമൗണ്ട് എഴുതാം? 12,000ന്റെ 5% 600 ഔട്ടർ കോളത്തിൽ എഴുതാം. ബാഡ് ഡെപ്റ്റ്സ് 600. ഡെബിറ്റിലല്ലേ? നെക്സ്റ്റ് നോക്കാം. ഇവിടെ ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ എന്നുണ്ട്. അതായത് നമ്മുടെ ഫിക്സഡ് അസറ്റ് ആയ ഫർണിച്ചറിൽ നിന്ന് ഒരു 10% ഡിപ്രിസിയേഷൻ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ ഫർണിച്ചർ എമൗണ്ട് നോക്കാം. 5,000 ആണ് തന്നിട്ടുള്ളത് ട്രയൽ ബാലൻസിന്റെ ബാലൻസ്. അതിന്റെ 10% അപ്പൊ 500 എന്താക്കാം? ഡിപ്രിസിയേഷൻ ആയിട്ട് കാണിക്കാം. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. അപ്പൊ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതും കാണിക്കാം. ടു ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ എന്ന് കാണിക്കാം. ടു ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ 500. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡെബിറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി ഡെബിറ്റ് സൈഡിൽ ഇതിൽ നിന്നൊന്നും വരാനില്ല. ഇനി ക്രെഡിറ്റ് സൈഡിൽ പോവാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് ആദ്യം കാണിക്കാം. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ, B⁻D എന്ന് കൊടുത്താൽ മതി. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ. ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടിയ പ്രോഫിറ്റ് ഇവിടെ കൊണ്ടുവന്നു. ഇത്രേ ഉള്ളൂ. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ. എത്രയാണ് കിട്ടിയത്? 24,500. പിന്നെ ഏതാണ്? ഇൻഡയറക്റ്റ് ഇൻകംസ് വരും അല്ലെ. ഇതിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കി. ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടോ?
Commission received. യെസ്, കമ്മീഷൻ Commission. ഉണ്ട് അല്ലെ, ഇൻകം. ഇത് കമ്മീഷൻ റിസീവ്ഡ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എഴുതാ ബൈ കമ്മീഷൻ റിസീവ്ഡ് 2000. ഇത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാ, രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാ. രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത എമൗണ്ട് അവിടെ എഴുതി വെക്കുക. എന്നിട്ട് ഏറ്റവും വലിയ ടോട്ടൽ കോളത്തിൽ രണ്ട് സൈഡും എഴുതാം. ചെയ്തോ. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ 3700 പ്ലസ് 3000 പ്ലസ് 600 പ്ലസ് 500. എത്ര കിട്ടിയ? 800. 7,800. 7,800. Yes. ഇനി ഇപ്പുറം ടോട്ടൽ ചെയ്തോ. 24,500 പ്ലസ് 2,000 26,500 അല്ലേ? 500. Yes. അപ്പൊ അതല്ലേ കൂടുതല്. Yes. ഇപ്പൊ രണ്ട് ടോട്ടൽ കോളത്തിലും 26,500 എഴുതാം. എന്നിട്ട് നമുക്ക് ഇപ്പുറം കിട്ടിയ 7,500 എത്രയാണ്? 800. 7,800 ലെസ് ചെയ്ത് നോക്ക്. 18,700. 18,700. യെസ്, 18,700 ആണ് നമുക്ക് കിട്ടിയത്. ഇതെന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ? Profit. യെസ്, പ്രോഫിറ്റ് ആണ്. എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ആയത്? എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ആയത്? Income ആണ് കൂടുതൽ. യെസ്, ഇൻകാണ് കൂടുതൽ അല്ലേ. ചെലവ് കുറവും വരുമാനം കൂടുതലാണ്. എക്സ്പെൻസ് ഇവിടെ കുറവാണ്, ഇൻകം സൈഡ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടിയത് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ 18,700 ഔട്ടർ കോളത്തിൽ എമൗണ്ട് എഴുതാം. ടു നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. എഴുതിയോ? ഓക്കെ. ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോട്ടോ എല്ലാവരും ഗ്രൂപ്പിൽ വന്നിട്ടെ. ഇപ്പൊ നമ്മള് ട്രാൻസാക്ഷൻസ് കിട്ടി അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് കിട്ടി. നമ്മള് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് ആണ് ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ ഫസ്റ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് മാത്രമേ ചെയ്യാനുള്ളൂ. ഇത്രേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആണ്. പക്ഷെ കുറെ നമുക്കിപ്പം വലിയ വലിയ കമ്പനീസ് കുറെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് എൻട്രീസ് ഒക്കെ വരും. ഇപ്പൊ ഞാൻ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനെ തന്നിട്ടുള്ളൂ. എല്ലാരും ഇടാ ഗ്രൂപ്പിൽ. ഓക്കെ, നജീബാണ് ഓക്കെ ആണ്. അതുപോലെ തന്നെ ലുബാബത്ത്. ഓക്കെ, സന തസ്ലീന.
ഫാത്തിമ ഷക്കീർ മറ്റേ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്ന നമ്മൾ എഴുതിയതിന് മുന്നേ ആയിട്ട് ലൈൻ കൊടുക്കണ്ട ടോട്ടലി കേട്ടോ. ആ അതുപോലെ തന്നെ ഒരു ലൈൻ കൊടുക്കണ്ട, ബാക്കിയൊക്കെ കറക്റ്റ് കുഴപ്പമില്ല. അവിടെ നിർത്താം. അതിന് ആ വെഡിങ് ഉണ്ടാവും കൊടുത്തോ. ആ ലൈൻ വേണ്ട കേട്ടാ, നമ്മൾ ടോട്ടൽ ആ കൊടുത്ത് ലാസ്റ്റ് മാത്രമേ ലൈൻ വേണ്ടൂ. നമ്മൾ ഓക്കെ ഫോർമാറ്റ് വെച്ചിട്ടില്ലേ അങ്ങനെ വേണ്ടു കേട്ടാ. ഓക്കെ. ഓക്കെയാണ്. ബാക്കിയുള്ളവരെടുത്തു. ഫാത്തിമ, നജീബ, സന, ആബിദ്, ആയിഷ, നെക്സ്റ്റ് നസ്മിൻ ആരാ? മൈക്ക് ഓഫ് ആണല്ലോ. ഞാൻ നോട്ട് എഴുതിയിട്ടില്ല, ഞാൻ വണ്ടിയിലാണ്, ക്ലാസ് ജസ്റ്റ് കേൾക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, നിങ്ങള് പിന്നെ ഇപ്പൊ നോട്ട് എഴുതുന്നില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞ് എല്ലാം കറക്റ്റ് അതുപോലെ ചെയ്യണം കേട്ടോ. നമുക്ക് തിയറി ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞാലേ പ്രാക്ടിക്കലിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ചെയ്യും ഒരു ചെയ്യും. ക്ലാസ് മിസ് ചെയ്യരുത് കേട്ടോ. ആ ഓക്കെ. ഡിലൈറ്റ് മാനേജർ ഇതാരാ? റോട്ടുമുക്ക് പോണേ? എന്തിനാ റോട്ടുമുക്ക് പോണേ? ഞാള് കൊണ്ടിട്ട് ആബിദെ, ആബിദല്ല ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് ഞാൻ അറിയുന്നില്ല. ഗ്രൂപ്പിലൊന്നും ഇടുന്നില്ല. ഇല്ല, എന്തായി വരച്ച് എഴുതി കഴിഞ്ഞാ? എഴുതിക്കൊണ്ടിരിക്കേ. ഓക്കെ, കംപ്ലീറ്റ് ആവോ ഇന്ന്? കംപ്ലീറ്റ് ആയിട്ടാകുമ്പോ ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. ഇത് ചെയ്യണം എന്തായാലും. ഒരു ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ ഞാൻ ക്വസ്റ്റ്യൻ തരുന്നുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ നമുക്ക്. ഇനി പ്രാക്ടിക്കലിലോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മിസ് ചെയ്യരുത്. എല്ലാവരും ചെയ്യാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ചെയ്ത് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഇതെല്ലാവരും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് എടുത്ത് നോക്കാം. ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ഞാൻ തന്നത് അല്ലെ. ഇതില് രണ്ട് സൈഡ് ഉണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ലാബിലിറ്റീസ് ആണ് ഇതാ. അതുപോലെ തന്നെ അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ ഓൾ അസറ്റ്സ് വരും. ലാബിലിറ്റി സൈഡിൽ തന്നെ നമ്മൾ ക്യാപിറ്റൽ എഴുതും. അതിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും. ഇനി നെറ്റ് ലോസ് ആണ് കിട്ടിയതെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്തിട്ട് കാണിക്കാം, നെറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ, ഈ ക്വസ്റ്റനിൽ ഇപ്പൊ ഡ്രോയിങ്സ് ഇല്ല, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്തിട്ട് ഡ്രോയിങ്സ് കാണിക്കാം. ഇന്നർ കോളത്തിൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചിട്ട് എമൗണ്ട് ടോട്ടൽ ഔട്ടർ കോളത്തിൽ കാണിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ലാബിലിറ്റീസ് വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കാനുള്ളത്. നമ്മൾ പാർട്ടിക്ക് കൊടുക്കാനുള്ളതാണ് ക്രെഡിറ്റേഴ്സ്. അതുപോലെ തന്നെ ബിൽസ് പേബിൾ, കൊടുക്കാനുള്ള ബില്ല്, ഇതൊക്കെ നമ്മൾ ലാബിലിറ്റി ആണ്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് കൊടുക്കാനുള്ള എക്സ്പെൻസസ്. ഓക്കെ, എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഓക്കെ, കൊടുക്കാനുള്ളത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ലോൺസ്, ലോങ് ടേം ലാബിലിറ്റി, ഷോർട്ട് ടേം ലാബിലിറ്റി ഒക്കെ ഇതിൽ വരും. ഇനി അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ്സ് വരും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരും. ഗുഡ് വില്ല് വരും. ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കാണിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ്, നമുക്ക് കിട്ടാനുള്ളത്, ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ള ബില്ല്, ക്യാഷ്, ബാങ്ക് ബാലൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമുക്കറിയാം കറന്റ് അസറ്റ് ആണ്. അക്രൂഡ് ഇൻകം, കിട്ടാനുള്ള ഇൻകം ഒക്കെ കറന്റ് അസറ്റ് ആണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, നമ്മൾ റൂം റെന്റിന് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു എമൗണ്ട് കൊടുക്കും, അതിനാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് അസറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനില് ആദ്യം നമ്മളെ ക്യാപിറ്റൽ എഴുതും അല്ലെ. ക്യാപിറ്റൽ ഉണ്ടോ? ഇല്ലേ? 22,000. യെസ്, എഴുതിക്കോ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിൽ എമൗണ്ട് എഴുതാം. 22,000 ഇന്നർ കോളത്തിൽ 22,000 എമൗണ്ട് എഴുതാം.
ആഡ് നെറ്റ് പ്രോഫിറ്റ്, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടിയ പ്രോഫിറ്റ് ഇതിൽ ആഡ് ചെയ്യാം. ആഡ് നെറ്റ് പ്രോഫിറ്റ് ഇന്നർ കോളത്തിൽ തന്നെ എഴുതാം. 18,700 22,000 പ്ലസ് 18,700 ഔട്ടർ കോളത്തിൽ അതിന്റെ ടോട്ടൽ എഴുതാം. എത്ര കിട്ടാം? 14,700. 40,700 ഔട്ടർ കോളത്തിൽ ടോട്ടൽ എഴുതാം. 40,700. ഒന്നുകൂടെ പറയുമോ? കിട്ടിയില്ലേ? അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യോ? യെസ്. അതായത് നമ്മള് ലാബിലിറ്റി സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ എഴുതും. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് ഇന്നർ കോളത്തിൽ എത്ര കൊടുക്കാം? 22,000 കൊടുക്കാം. ഇവിടെ ഇന്നർ കോളത്തിൽ 22,000 ഇവിടെ എഴുതാം. എന്നിട്ട് അതിന്റെ കൂടെ ആഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 18,700 ഇന്നർ കോളത്തിൽ എഴുതാം. എന്നിട്ട് ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ ടോട്ടൽ 40,700 എഴുതാം. ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയി. ഇനി നമ്മള് ലാബിലിറ്റി സൈഡ് ഏതൊക്കെ വരും? എന്തെങ്കിലും ലാബിലിറ്റി ഉണ്ടോ നോക്ക്. ക്രെഡിറ്റേഴ്സ് യെസ്, ക്രെഡിറ്റേഴ്സ് വരും അല്ലെ. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാ 8,000. പിന്നെ ഏതാരാ? ഏതാണ് വരാ? ഇവിടെ ഇനി ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഇതില് ലാബിലിറ്റി സൈഡിൽ വരാൻ ഇനി ഒന്നുമില്ല. ഇവിടെ നോക്കാം. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് കാണാൻ പറ്റും. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്താണ്? ലാബിലിറ്റി ആണ്. ഓക്കെ, കറന്റ് ലാബിലിറ്റി ആണ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് കൊടുക്കാനുള്ളത്. ടൈം ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. കൊടുക്കാനുള്ള വേജസ് ആണ്. അപ്പൊ അത് ലാബിലിറ്റിന്റെ കാറ്റഗറിയിൽ വരാം. അപ്പോൾ ഇത് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 500. പർച്ചേസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതി, വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതി, സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരാം. അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഏതിൽ കാണിച്ചു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചില്ലേ? ഡെപ്റ്റേഴ്സ് ഇനി ഇപ്പത്തെ സൈഡ് നോക്കാം. ഡെപ്റ്റേഴ്സ് അസറ്റ് സൈഡാണ് വരാം. ഇനി ഇവിടെ നമുക്ക് മെഷീനറി, പിന്നെ എക്സ്പെൻസും ഇൻകം ഒന്നും വേണ്ട. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം ഒന്നും ഇവിടെ വേണ്ട. അസറ്റ്സ് വേണം. മെഷീനറി ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, ക്യാഷ് ഉണ്ട്, പ്രീപെയ്ഡ് സാലറി, ഇതൊക്കെ കാണിക്കണം. അപ്പൊ അസറ്റ് സൈഡില് ഫസ്റ്റ് നമുക്ക് ഫിക്സഡ് അസറ്റ്സ് എഴുതാം. മെഷീനറി ഉണ്ട് അല്ലെ, 10,000. മെഷീനറി 10,000 എഴുതാം. നെക്സ്റ്റ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 5,000 ഇന്നർ കോളത്തിൽ എഴുതാം. അതിൽ നമുക്ക് എന്ത് ലെസ് ചെയ്യാനുണ്ട്? ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യാനുണ്ട്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്
മണ്ണ് എന്താണ് വലിയ വലിയ ബട്ടൺ. അസറ്റിന്റെ എമൗണ്ട് കുറക്കുന്നത്. അതപ്പോ ലെസ് ചെയ്യണം കേട്ടോ. ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തില് 5000 കൊടുക്കാം, ലെസ് ഡിപ്രിസിയേഷൻ 500. ടാലി പ്രാക്ടിക്കലിലോട്ട് പോകുന്ന സമയത്ത് ഇത്രയൊന്നും നമുക്ക് ചെയ്യാനില്ല കേട്ടോ. ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് ടാലി തന്നെ പ്രിപ്പയർ ചെയ്ത് തരും. നമ്മൾ ആകെ അറിയേണ്ടത് ജേർണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി ടാലിയിൽ. പിന്നെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയാലും പറഞ്ഞുതരും, അതുപോലെ ചെയ്താൽ മതി. ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 5000 ഇന്നർ കോളത്തിൽ എഴുതാം, ലെസ് ഡിപ്രിസിയേഷൻ 500. എന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എത്ര എഴുതാം? 4500. ഇനി നമുക്ക് അസറ്റ് സൈഡിൽ എഴുതാനുള്ളത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് നമുക്ക് കിട്ടാനുള്ളതല്ല. ഡെപ്റ്റേഴ്സ് എന്താണ്? അസറ്റ് ആണ്. ഓക്കെ, നമുക്ക് കിട്ടാനുള്ളതാണ്, അസറ്റ് ആണ്. ഇപ്പൊ ഡെപ്റ്റേഴ്സിന് നമുക്ക് എന്ത് ലെസ് ചെയ്യാനുണ്ട്? ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ട് അല്ലേ? ബാഡ് ഡെപ്റ്റ് കിട്ടാത്തൊരു കടമുണ്ട് 600. അത് നമുക്ക് ലെസ് ചെയ്തിട്ട് വേണം ഡെപ്റ്റേഴ്സ് കാണിക്കാൻ. അപ്പൊ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 12,000 ഇന്നർ കോളത്തിൽ കാണിക്കാം, ലെസ് ബാഡ് ഡെപ്റ്റ്സ് 600 ഇന്നർ കോളത്തിൽ കാണിച്ചിട്ട് ഒരു അണ്ടർലൈൻ കൊടുക്കുക, ഔട്ടർ കോളത്തിൽ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കൊടുക്കാം. ഡെപ്റ്റേഴ്സ് 12,000 ഇന്നർ കോളം, ലെസ് ബാഡ് ഡെപ്റ്റ്സ് 600 ഇന്നർ കോളം, അണ്ടർലൈൻ ചെയ്യാം, ഔട്ടർ കോളത്തിൽ 11,400 വരും. കൊടുത്തോ? ഇനി നമുക്ക് ബോക്സ്. വേറെ ഏതെങ്കിലും അസറ്റ്സ് ഉണ്ടോ നോക്കാം. ക്യാഷ് ഉണ്ടല്ലേ? ക്യാഷ് കറണ്ട് അസറ്റ് ആണ്. അപ്പൊ ക്യാഷ് കാണിക്കണം. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിൽ എഴുതാ എമൗണ്ട് 5000. ക്യാഷ് എഴുതിയില്ലേ? പിന്നെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്. ഓക്കെ, അസറ്റ് ആയിട്ട് കിടക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് കമ്പനിയിൽ 18,000. അത് കാണിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് 18,000 കാണിക്കാം. പിന്നെ നമുക്കറിയാം പ്രീപെയ്ഡ് സാലറി. പ്രീപെയ്ഡ് സാലറി എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റ് ആണ്. സാലറി മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അസറ്റിന്റെ കാറ്റഗറിയിലാണ് വരാം. അപ്പൊ പ്രീപെയ്ഡ് സാലറി 300, അതും കൂടെ എഴുതാം. നമ്മൾ ലാബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എഴുതിയിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് നമ്മൾ കൊടുക്കാനുള്ള വേജസ്, അത് ലാബിലിറ്റി ആണ്. മുൻകൂട്ടി കൊടുത്തിട്ടുള്ള എക്സ്പെൻസ് അത് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, കറണ്ട് അസറ്റ് ആയിരിക്കും. സാലറി എക്സ്പെൻസും പ്രീപെയ്ഡ് സാലറി കറണ്ട് അസറ്റും ആണ്. ഇത്ര എഴുതി കഴിഞ്ഞില്ലേ? ഇനി രണ്ട് സൈഡും ടോട്ടൽ ചെയ്തോ.
ബാലൻസ് ഷീറ്റ് ടാലി ആണെങ്കിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ഒക്കെ കറക്റ്റ് ആയിരിക്കും. 49,200. യെസ്, രണ്ട് സൈഡും കിട്ടിയില്ലേ? യെസ്. ഓക്കെ, ഇപ്പൊ ബാലൻസ് ഷീറ്റ് ടാലി ആയി. നമ്മൾ ഇതുവരെ ചെയ്ത ട്രേഡിംഗ് അക്കൗണ്ട് കറക്റ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ട് വരുന്നത്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ടാലി ആവില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ആകെ പഠിച്ചു വെക്കേണ്ടത്, ഞാൻ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ക്വസ്റ്റ്യനും മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക, അതില് ട്രാൻസാക്ഷൻ വെച്ചിട്ട് ജേണൽ എൻട്രീസ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് റൂൾ പ്രകാരം മനസ്സിലാക്കി വെക്കുക. പെട്ടെന്ന് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് മനസ്സിലായി എന്ന് വരില്ല റൂൾസ് പ്രകാരം ജേണൽ എൻട്രി എഴുതാൻ. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ശീലായിക്കോളും. അത് പഠിക്കുക. പിന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് വരാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് വരാം, ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് വരാം. അതിനാണ് ഞാൻ ആ ഫോർമാറ്റ് തന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത് തന്നിട്ടുള്ളത്. അത്രയും മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൊണ്ട് ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി. ഓക്കെ, ഞാൻ ഫൈനൽ അക്കൗണ്ട്സ് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ അറിയുണ്ടാവും, പക്ഷെ ഇത് ഒട്ടും അറിയാത്തവരുണ്ട്. അപ്പൊ എന്താണ് ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, ഇത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിൽ എന്തൊക്കെയാണ് വരാ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് എന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ മീനിങ്ങും എക്സ്പ്ലനേഷനും തന്നിട്ടുണ്ട്. എന്നിട്ട് വരച്ച ഫോർമാറ്റും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്ന് നിങ്ങൾ ഫൈനൽ അക്കൗണ്ട്സും ചെയ്ത്. ഓക്കെ, ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കമ്പനീസിന്റെ ഫൈനൽ അക്കൗണ്ട്സ് ഇങ്ങനെയാണ് വരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഇത്രയും മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് തൊട്ട് പ്രാക്ടിക്കലിലോട്ട് പോവാം. ഓക്കെ, അതിന്റെ ഇടയിൽ തിയറി എന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാം കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്താ ഈ ടാലി എല്ലാരും ഇൻസ്റ്റാൾ ചെയ്തോ? ടാലി ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷെ പേജ് ട്രെയിൻ ക്വിക്ക് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് ഞാൻ ഫസ്റ്റ് തരുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ ഒന്നുകിൽ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അത് എനിക്ക് ശരിക്കും പറഞ്ഞു തരാൻ പറ്റൂല. ഞാൻ മുമ്പ് ഇപ്പോ ചെയ്താണ്, എനിക്കത് ഓർമ്മ വരില്ല. അത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂല എങ്ങനെയാന്നുള്ളത്. ആദ്യത്തെ നമ്മുടെ ഡിഫൻഡർ ബാച്ചിൽ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, സർ ഇങ്ങനെ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞാൽ മതി, അവർ ചെയ്തോളും എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചെയ്തിട്ടുണ്ട് കറക്റ്റ്. ഒന്നുകിൽ അറിയുന്ന ഹസ്ബൻഡിനോ മറ്റോ അറിയെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അടുത്തുള്ള കമ്പ്യൂട്ടർ സെന്ററിൽ എവിടെയെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തുതരും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ചെയ്തു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ടാലി തുടങ്ങാം. ടാലി സിമ്പിൾ അല്ലേ? ടാലി ഇൻസ്റ്റാൾ ചെയ്തില്ലേ? ടാലി പ്രൈം. എനിക്ക് കുറെ ബാക്കിലാണ് കേട്ടോ. ഒന്നാമത് ക്ലാസ് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് റെക്കോർഡ് വീണ്ടും വീണ്ടും ഫസ്റ്റ് മുതലേ വീണ്ടും കേട്ട് ഇങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ. എത്രത്തോളം മുന്നോട്ട് കുഴപ്പമില്ല. അറിയില്ല. എന്റെ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കി ക്ലാസ് കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ റെക്കോർഡ് മിസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ തിയറി റെക്കോർഡ് കിട്ടുന്നത് നമുക്ക് ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞ് മറ്റേ ക്ലാസ് ഇപ്പൊ ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ ഞായറാഴ്ചക്ക് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് അന്ന് റെക്കോർഡ് കിട്ടണമെങ്കിൽ നല്ല സുഖമായിരുന്നു. നമുക്ക് തിങ്കളാഴ്ച ഇല്ല, ഞായറാഴ്ച നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. വർക്കിംഗ് ഡേയിലെ ടൈമിൽ ഇപ്പൊ തിങ്കളാഴ്ച നമ്മളെ കയ്യിൽ കിട്ടിയാലേ നമുക്ക് ടൈം കിട്ടാനുള്ള ടൈമില്ല. എക്സ്ട്രാ ടൈം എടുത്ത് നൈറ്റിലിരുന്ന കേൾക്കെ വേണം. സൺഡേ ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു, പക്ഷെ ഓപ്ഷൻ ഇല്ല അവിടെ. ഞാൻ ഈ ഒരു കാര്യം അവരടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചുകൂടി ഇനിയിപ്പോ പ്രാക്ടിക്കലിലോട്ടൊക്കെ പോകുമ്പോഴാണ് കുറച്ചുകൂടി ആവശ്യം വരാം. നിങ്ങൾക്ക് ഏത് സമയത്തും വേണമെങ്കിൽ ജസ്റ്റ് തിയറി കേട്ട് വിടാം. പക്ഷെ പ്രാക്ടിക്കൽ നിങ്ങൾ ഇരുന്ന് ചെയ്യേണ്ട സിസ്റ്റത്തിന് മുമ്പിൽ. അപ്പൊ കുറച്ച് മുന്നേ റെക്കോർഡ് കിട്ടിയാലേ കാര്യം ഉണ്ടാവും. ഞാനിത് മാനേജറോട് സംസാരിച്ചിട്ടുണ്ട്, അവിടെ റെക്കോർഡ് ഇടുന്ന സ്റ്റാഫിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചുകൂടെ ആദ്യമൊക്കെ നന്ന ഡിലേ ആയിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ നേരത്തെ ഇടുന്നത്. ആദ്യത്തെ ഡിഫൈഡ് ക്ലാസ്സിലൊക്കെ നന്ന ഡിലേ ആയിരുന്നു. ഇപ്പൊ കുറച്ച് നമുക്കത് നേരത്തെ വേറെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ റെക്കോർഡ് ക്ലാസ് ലൈവിൽ കയറിയാൽ റെക്കോർഡും കൂടി കേൾക്കുമ്പോഴേ നമുക്ക് അതിൽ എത്താൻ പറ്റുന്നുള്ളൂ. അല്ലെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനായാലും ഇപ്പൊ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവര് റെക്കോർഡ് എടുക്കുമ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേ ആവും. നെക്സ്റ്റ് ഡേ എന്തായാലും ഒരു 10 മണി 11 മണിക്കുള്ളിലേ അവർക്ക് എടുക്കാൻ പറ്റൂ. നമുക്കിത് ലൈവ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ലേ? ലൈവോ? ആ, അങ്ങനെ ചെയ്യാലോ. ലൈവ്
അതെനിക്കറിയില്ല. അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. നിങ്ങൾ ഉം. റെക്കോർഡായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ, മാനേജറോട് സംസാരിക്കാം. കുറച്ച് നേരത്തെ വേണമെന്നുള്ള കാര്യമൊക്കെ. ഇതില് ഹോസ്റ്റ് ആദ്യം കേറൂലേ? ഉം. ഹോസ്റ്റ് ആരപ്പോ? മോസ്റ്റ് ഒന്നെങ്കിൽ ഓഫീസ് സ്റ്റാഫ് ആയിരിക്കും, അല്ലെങ്കിൽ മാനേജർ ആയിരിക്കും. ഓക്കെ, ഞാൻ മാനേജറായിട്ട് സംസാരിക്കാം. നമുക്ക് ലൈവ് ഇടുകയാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ നല്ല സുഖമായിരുന്നു. ഞാൻ അന്ന് ചോദിച്ചില്ല, അപ്പം അന്ന് തന്നെ കിട്ടൂലെന്ന് പറഞ്ഞവര്. അല്ല, ലൈവ് ഇടുകയാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ കിട്ടും. റെക്കോർഡ് ആകുമ്പോൾ നമുക്ക് അത് പിറ്റേ ദിവസം അടുക്ക് നമുക്ക് ഫോണിലോട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് അത്. ചോദിച്ചു നോക്ക് മാനേജർ അടുത്ത് കേട്ടോ. ആ, ഓക്കെ. ഇപ്പൊ ടാലി എല്ലാരും ഇൻസ്റ്റാൾ ചെയ്തില്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടാലി സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് ബാക്കിയുള്ള സോഫ്റ്റ്വെയറും കൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചോ. ടാലി എന്തായാലും 1 മാസം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. അതിൻ്റെ ഉള്ളിൽ ടൈം കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള സോഫ്റ്റ്വെയർസ് കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിടും, ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിടും. അത് നോക്കിയിട്ടാണ് ചെയ്യാം. ഓക്കെ, ടാലി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെ വരാം. ചിലവരത് ഐക്കണ് മാറ്റം ഉണ്ടാവും. ഇതാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ, ടാലി പ്രൈം. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാലിയുടെ ഇന്റർഫേസിലേക്ക് വരാൻ പറ്റും. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിൽ നമ്മൾ ഓരോ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യുക. കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ കമ്പനി നെയിം അല്ലെങ്കിൽ ഷോപ്പിന്റെ നെയിം, ഏത് ഷോപ്പിന്റെ അക്കൗണ്ട്സ് ആണോ ചെയ്യുന്നത് ആ ഷോപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. നെയിം വെച്ചിട്ട്, നെയിം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലാണ് അക്കൗണ്ട്സ് ചെയ്യുക. ഇങ്ങനെയാണ് ടാലിയുടെ ഇന്റർഫേസ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോ. ഇങ്ങനെ വരുന്നില്ലേ നോക്ക്. നോക്കട്ടെ ട്ടോ. നോക്കണം. ഇനി ജസ്റ്റ് ക്രിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെയാണോ വരുന്നത്? ഒരു മിനിറ്റ്. ഇതില് സെലക്ട് സെലക്ട് കമ്പനി, അവിടെ ഏതെങ്കിലും ഒരു കമ്പനി നെയിം ഉണ്ടോ അതില്? ഇല്ല, അതിന്റെ മുന്നേ ഇല്ലില്ല. ലിസ്റ്റ് ഓഫ് ക്രിയേറ്റ് കമ്പനി. കമ്പനി ഉണ്ടോ? ആ, ഉണ്ട് ഉണ്ട്. ക്രിയേറ്റ് കമ്പനി ഇല്ലേ? ആ, ഓക്കെ, അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നില്ല, നെക്സ്റ്റ് ക്ലാസ് തൊട്ട് കമ്പനി ക്രിയേഷൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം കേട്ടോ. ചിലവർക്ക് ആ, ഇങ്ങനെയുള്ള ബോക്സ് ഇതായിരിക്കും, ഇന്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് വരാം. അതിൽ ക്രിയേറ്റ് കമ്പനി ഉണ്ടാവും ഇവിടെ. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക. അല്ലാത്തവർക്ക് ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വന്നവർക്ക് ഇവിടെ കമ്പനി ഇതിൽ പോയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ കമ്പനി ക്രിയേഷൻ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെയാണ് ചെയ്യാം. ആ, ആ, ഇങ്ങനെ വന്നു. അത് വന്നിട്ടില്ലേ? സെലക്ട്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. പോരെ? ഓക്കെ. അതിന് മുന്നായിട്ട് നിങ്ങൾ തിയറി ഒക്കെ ഓക്കെ ആയി വെക്കുക കേട്ടോ. കാര്യമായിട്ടൊന്നും ഇല്ല, നിങ്ങൾ ജേണൽ എൻട്രീസ് എങ്ങനെ വരാന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു, അപ്പൊ എങ്ങനെയാണ് ജേണൽ എൻട്രി വരാം, ഏതൊക്കെ അക്കൗണ്ട് ആണ് വരാം? ക്യാഷ്, ക്യാപിറ്റൽ, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എടുത്തു നോക്കാം. ഞാൻ തന്ന ട്രാൻസാക്ഷൻ എടുക്കാം. ജേണൽ എൻട്രീസ് എങ്ങനെ വരാന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. തിയറി ഇല്ലെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ജേണൽ എൻട്രീസ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഉള്ളൂ. ഞാൻ എല്ലാം പറഞ്ഞുതരും, ഇതിൽ പറഞ്ഞു തന്നിട്ട് തന്നെ പോവാം. കൺഫ്യൂഷൻ ഒന്നും വരില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, മുന്നത്തെ ബാച്ചിൽ കൂടുതലും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരുണ്ടായത്, അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ എസ്കേപ്പ് അടിക്കാം, ക്വിറ്റ് ചെയ്യണമെന്ന് ചോദിക്കും, യെസ് അടിക്കാം. ചെയ്തില്ലേ? ആ, ഓക്കെ.
പീച്ച് ട്രീ ഇങ്ങനെയാണ് വരാം. ഈ ഒരു ഐക്കണാണ് ഉണ്ടാവുക. പീച്ച് ട്രീ, ട്രേഡ് ഈസി, ക്വിക്ക് ബുക്ക്. മാം ഇപ്പൊ ഓക്കെ ഇൻഷാല്ല. ഇനി നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ട്യൂസ്ഡേ ഇനി സാറ്റർഡേ അല്ലേ? അപ്പോഴേക്ക് നിങ്ങള് ഓക്കെ തേഴ്സ്ഡേ അപ്പോഴേക്ക് തിയറി ഒക്കെ ഓക്കെ ആക്കി വെക്കാം. ഓക്കെ ആക്കി വെക്കാം. ഓക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, മറ്റേ അശോക് സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ആ സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഇതിൽ പ്രോബ്ലം ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ അന്നേരം ഗ്രൂപ്പിലിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാന്നേ. ഓക്കെ മാം, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. തിയറി കാരണം പ്രാക്ടിക്കലോട്ട് പോവാണ്. തിയറി ക്ലിയർ ചെയ്യണം എല്ലാരും. എല്ലാരും ജേണൽ എൻട്രീസ് ഒക്കെ എഴുതാൻ ക്ലിയർ ആയിരിക്കണം. ഓക്കെ ഇൻഷാല്ലാ.